Guys, welcome back. Welcome back. മോൾട്ടിയാകെ ഇതായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യലി നമ്മളിന്ന് റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞു, അതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. കാരണം കുളമായെന്ന് അറിയില്ല, പരീക്ഷണമായിരുന്നു ഇന്നും. അപ്പോൾ സാധനം ഗംഭീരമാണ്. അപ്പോൾ എന്താണെന്നുള്ളതല്ലേ, നിങ്ങളെല്ലാവരും KFC കഴിച്ചിട്ടുണ്ടാവും. ചിക്കൻ്റെ KFC ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിക്കൻ ഉണ്ടാവാൻ കാരണക്കാരനായ ഒരു സാധനം ഉണ്ടല്ലോ, കോഴിമുട്ടയിലായി നമ്മൾ KFC പരീക്ഷണം. ഓക്കെ ഗൈസ്, അപ്പോൾ പരീക്ഷണം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനം എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വീഡിയോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മുട്ട KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇവിടെ ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൂടി എടുക്കുക. പക്ഷേ ഒരു മിനിമം ഒരു 4 എടുത്താലാണ് മുട്ട നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ആദ്യം കറക്റ്റ് ഒരു കട്ടി കിട്ടത്തുള്ളൂ. അതായത് KFC ഉണ്ടാക്കി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കടിക്കാൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു 7 എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഉണ്ടല്ലോ എല്ലാം നമുക്ക് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്കിതിലോട്ട് ഒരു പാകത്തിനുള്ള ഉപ്പ് കേട്ടോ, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ബീറ്റിംഗ് മെഷീൻ ഇല്ല, അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെഷീൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂൺ എടുക്കുക, അതായത് ഇതുപോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ആക്കിയാൽ മതി. നല്ല മഞ്ഞക്കരും വെള്ളയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഓക്കെ ഗൈസ്, ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലെക്സ്, നമ്മുടെ മുളക് അതിന് പൊടിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ തീരാറായി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതിലോട്ട് കുറച്ച് നിങ്ങൾ സൺഫ്ലവർ വേണമെങ്കിൽ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ കട്ട് ചെയ്തിട്ട് കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മുടെ മുട്ട അടിപ്പാളേ എല്ലായിടയ്ക്കും റെഡിയാക്കി കൊടുക്കുക ഗൈസ്. മുട്ട കൂടുതലുള്ളതുകൊണ്ടല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു ഒറ്റ മിനിറ്റ് ഇത് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഗൈസ്. അപ്പോൾ നമ്മുടെ മുട്ട മെല്ലെ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. ആഹാ, അടിപൊളി ബ്രെഡ് പോലെ ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഗൈസ്. അപ്പോൾ നമ്മുടെ മുട്ട വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് മാറ്റാം പ്ലേറ്റിലോട്ട്. അടിപൊളി ഇതാണ്ടോ, ബ്രെഡ് പോലെ പൊങ്ങിയിരിക്കണ്ടോ. നമ്മൾ ആ ബീറ്റ് ചെയ്തത് ബാറ്ററി ബീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മുട്ടയുണ്ടല്ലോ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സ് ചെയ്യാനുള്ള നമ്മുടെ ബാറ്റർ ഉണ്ട്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് KFCൻ്റെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് മൈദ എടുക്കേണ്ടത് ഞാൻ. അപ്പോൾ നമ്മൾ 7 മുട്ട എടുത്തുകൊണ്ടാണ് ഇത്രയും മൈദ എടുക്കുന്നത് കേട്ടോ. 2 കപ്പ് മൈദ. അതിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ, നമ്മുടെ ചോളപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ, പാകത്തിനുള്ള ഉപ്പ്. ഇതിലോട്ട് 1 ടീസ്പൂൺ കേട്ടോ ഗരം മസാല. നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മസാല വേണമെങ്കിലും ഇടാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി കേട്ടോ, ഒരു കളറിന് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി പൗഡർ ആയാലും മതി, ഇഞ്ചിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും പൗഡർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുക. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ കോട്ടിങ് പൗഡർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊരു 3-4 ടീസ്പൂൺ ആദ്യം ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതിയാവും. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഓവർ കട്ടിയും പാടില്ല, എന്നാൽ കുറച്ച് ഇതായിട്ട് വേണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഗൈസ് അപ്പോൾ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കോട്ടിങ്ങും റെഡി ആയിട്ടുണ്ട്. അതാ അപ്പുറത്ത് നമ്മുടെ കോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഗൈസ് അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ തണുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെന്തായാലും ത്രികോണ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ത്രികോണാണോ എന്നൊന്നും അറിയത്തില്ല. അതങ്ങനെ കാണിച്ചു തരാം. വേണ്ട, പിസ്സ കട്ട് ചെയ്ത പോലെ അടിപൊളിയല്ലേ. ഓക്കെ, നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, ത്രികോണ രീതിയിൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പോകട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓംലേറ്റ് ഉണ്ടല്ലോ, ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക നമ്മുടെ ബാറ്ററിൽ. ഓക്കെ, ഒന്ന് ഫുള്ള് ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണേ. എന്നിട്ട് നമ്മുടെ പൗഡറിൽ, കോട്ടിങ്ങിൻ്റെ പൗഡറില്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മുടെ ബാറ്ററിൽ മുക്കിയെടുക്കണേ. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ കോട്ടിങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, കോട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഒന്ന് കുടഞ്ഞെടുക്കണം. എന്നിട്ട് എടുത്ത് വയ്ക്കുക. അതാ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിമുട്ട. ഓക്കെ, നമ്മുടെ ചിക്കൻ പോലെ അത്രയും സമയം ആവശ്യമില്ല കേട്ടോ. ഇത് ഓൾറെഡി പെട്ടെന്ന് വെന്ത് വരും. കാരണം ചിക്കൻ ഓൾറെഡി കോഴിമുട്ട ആയത് കാരണം ഓൾറെഡി നമുക്ക് വെന്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ആ കോട്ടിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കളറ് മാറി വരേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ മുട്ട KFC റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ നമുക്ക്, കാരണം പെട്ടെന്ന് ഇത് റെഡിയാവും കേട്ടോ. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. അപ്പോൾ അടിപൊളി, നമ്മുടെ ഫസ്റ്റത്തെ KFC റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ KFC റെഡി ആയിട്ടുണ്ട് കേട്ടോ, മുട്ട KFC. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ KFC ഒന്ന് റെഡിയാക്കി എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് KFC റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓഹ്, എന്താ സംഭവമല്ലേ, സാധനം കിട്ടുമല്ലേ. ഒരാളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് കഴിച്ചോ, എടുത്തോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നോക്കി, അതാ കടിക്കുന്ന സൗണ്ട് വരുന്നുണ്ടോ? അതാ ഇത് നോക്കി, അതാ അടിപൊളി ക്രിസ്പി സാധനം. ശരിക്കും ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ട്, ആ കളറും എല്ലാം കൂടെ കാണാൻ തന്നെ നമുക്ക് എന്തായാലും പറയാറുണ്ടല്ലോ, ഭക്ഷണം കാണാൻ നന്നെങ്കിൽ തന്നെ പിന്നെ നമുക്ക് കഴിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ മനസ്സ് വരും അല്ലേ. ഓൾട്ടി കഴിച്ചിട്ട് നീ ആദ്യം അഭിപ്രായം പറ. എൻ്റെ വായിൽ വെള്ളം വരാൻ തുടങ്ങി, വേഗം പറഞ്ഞോ. സൂപ്പർ, കിടിയാണ്. സംഭവം കിട്ടും കേട്ടോ. സോസ് എന്താ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ സോസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോസോ മയണൈസോ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കിട്ടും. ക്യാമറാമാൻ ഇരുന്ന് ബാക്കിൽ അപ്പോൾ ഗൈസ് മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ ബൈ.